എറണാകുളം പറവൂരിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപ് കുമാർ കൈക്കൂലി കേസിലെ പ്രതി. വരാപ്പുഴ കസ്റ്റഡി കൊലപാതകത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിലാണ് പ്രതിയായത്. പറവൂർ സിഐയുടെ ഡ്രൈവറായിരുന്നപ്പോഴാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലാകുന്നത്. ഇന്നലെ ഉച്ചയ്ക്കാണ് കോട്ടുവള്ളിപ്പുഴയിൽ ചാടി ആശാബെന്നി ജീവൻ ഒടുക്കിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ആശാബെന്നിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയാണ് അതിന് പിന്നിൽ എന്നുള്ള ആത്മഹത്യാ കുറിപ്പടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് റിട്ടയർഡ് പോലീസുകാരനായിട്ടുള്ള പ്രദീപ് കുമാറിന്റെ ഭാര്യയാണ് എന്നുള്ള വാർത്തകളും വരുന്നു. അപ്പോഴാണ് പ്രദീപ് കുമാർ നേരത്തെ കൈക്കൂലി കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള സംഭവം കൂടി ഈ അവസരത്തിൽ ഉയർന്നു വരുന്നത്. അങ്ങനെയല്ലേ രേഷ്മ ബാബു? അതെ വിനോദ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മരിച്ച വീട്ടമ്മയായ ആശാബെന്നിയുടെ വീട്ടിലാണ്. ഈ ആരോപണ വിധേയനായിട്ടുള്ള റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപ് കുമാറിനെതിരെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബിന്ദുവിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ആശയുടെ കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. അതിനിടയിൽ തന്നെയാണ് പ്രദീപ് കുമാർ 2018 ഒരു കൈക്കൂലി കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് വരാപ്പുഴ കസ്റ്റഡി മരണത്തിൽ മരിച്ച ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്ന് 10,000 രൂപയാണ് ഈ പറയുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ വാങ്ങിയത്. പരിക്കേറ്റ ശ്രീജിത്തിനെ ആശുപത്രിയിലാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചത്. ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ബിന്ദുവിനെതിരെയും ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഈ 10 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു, പക്ഷെ അതിന്റെ മുതലും പലിശയും അടക്കം ആശ നൽകിയിരുന്നു. പക്ഷെ എങ്കിലും തുടർന്ന് വലിയ രീതിയിലുള്ള ഭീഷണി ഈ ബിന്ദുവിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പ്രദീപ് കുമാറിന്റെ ഭാഗത്തുനിന്നും നിരന്തരം ആശയ്ക്ക് ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നുകൂടി ഈ കുട്ടികളെ ഒപ്പം തന്നെ ഭർത്താവിനെയും ഉപദ്രവിക്കുമെന്നതടക്കമുള്ള ഭീഷണി നിരന്തരം തുടരുകയും അതിൽ മനംനൊന്താണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയോടുകൂടി കൂട്ടുവള്ളിപ്പുഴയിൽ ചാടി ജീവൻ ഒടുക്കിയത്. എന്തായാലും നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ഒരു ലഘുവായിട്ടുള്ളൊരു സമീപനം അല്ലെങ്കിൽ നിഷ്ക്രിയത്വപരമായിട്ടുള്ളൊരു സമീപനം പോലീസ് സ്വീകരിച്ചു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. കാരണം ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ്. നമുക്കറിയാം, പലയിടങ്ങളിലും ഈ വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മുഖാന്തരം സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്കൊക്കെ തന്നെ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഈ ഒരു വീട്ടിൽ നമുക്ക് ബന്ധുക്കളാണ് നിലവിൽ ഉള്ളത്. നേരത്തെ അമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പലപ്പോഴും ഈ ഒരു പ്രശ്നം ആശ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബിന്ദുവും ഭർത്താവും ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അടക്കം വയസ്സായ അമ്മ കാണുകയും ചെയ്തിരുന്നു. അതിലൊക്കെ തന്നെ വലിയൊരു വിഷമത്തിലായിരുന്നു ആശ ഉണ്ടായിരുന്നത്. ആശ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചിയോടങ്ങാണ്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇവര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞില്ല. അതിനുശേഷം അറിഞ്ഞതൊക്കെ ഈ വീട്ടിലൊക്കെ വന്ന് പ്രദീപ് കുമാറും ബിന്ദു ഒക്കെ വന്ന് സംസാരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇത് ഇങ്ങനെ സംഭവമൊക്കെ വന്നത്. ശേഷം ആൾക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിരുന്നില്ല. ബിന്ദു ഉന്നയിച്ചതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അത് സംബന്ധിച്ച് കുടുംബക്കാരോടൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. ബന്ധുക്കളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അമ്മ എന്തെങ്കിലും ആശേഷി പറഞ്ഞിരുന്നോ? അത് ഈ കൈ മുറിച്ചതിന് ശേഷം അറിയണത്. കടമൊക്കെ ഉണ്ടെന്ന്, ഇത്രയും കടമുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും കടമൊക്കെ ഉണ്ടെന്ന് അറിയില്ല. അത് ഈ കൈ മുറിച്ചതിന് ശേഷമാണ് ഇത്രയും കടമുണ്ടെന്നൊക്കെ ഭർത്താവൊക്കെ അറിയണത്. പിള്ളേർക്കും ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കൊന്തകളെ ഈ വീടുകളിൽ ഇങ്ങനെ കൊടുത്ത് മുത്തു കൊണ്ടേ കൊടുത്തിട്ട് അവർ കോർത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ എന്തെങ്കിലും അല്പം ഗതിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കും. ഈ തുണിക്കച്ചവടം തുടങ്ങി അതിനിടക്കൂടി ഒരു തുണിക്കച്ചവടം തുടങ്ങിയിട്ട് ആൾക്കാർ തുണി മേടിക്കാൻ പറ്റും, കൊണ്ടുപോയിക്കോ പൈസ ഉള്ളപ്പോൾ തന്നാൽ മതി, ഉള്ളപ്പോൾ തന്നാൽ. അങ്ങനത്തെ ഒരു മനസ്സാണ്. നമ്മളൊക്കെ വന്നാൽ തന്നെ നമ്മളോടുള്ള നമ്മുടെ കുടുംബത്തിലുള്ള ഒരു നല്ല ഇങ്ങനത്തെ ഒരു മെമ്പർ നമ്മുടെ മക്കളായിട്ട് ആദ്യമായിട്ട് ഏറ്റവും നല്ല കൊച്ചാണത്. അങ്ങനെ നല്ലൊരു ജീവിതമായിരുന്നു തല്ലി തോർത്തത്. എന്നിട്ട് പിന്നെ തലേ ദിവസം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടി ഇരുന്ന് സോൾവ് ചെയ്ത് ഈ അപ്പനും മക്കളും കൂടി പറഞ്ഞ് കൈ മുറിച്ചതിന് ശേഷം പറഞ്ഞ് ഇനി അമ്മയെ കൈ ഉപദ്രവമൊന്നും ചെയ്യാം. അപ്പം പിന്നെ ഇവർ കാത്തിരിക്കുകയായിരുന്നു. ഇവർ പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു പോകും, ചേത്താൻ കൂടിയ ഒരു സ്വഭാവമായി പോയി. അപ്പോൾ ഇവരെല്ലാവരും കൂടി അപ്പനും മക്കളും കൂടി പറഞ്ഞു കൊടുത്ത് അമ്മയെ ഒരു ചീത്ത സ്വഭാവം തോന്നരുത്, പെര വിറ്റാലും നമുക്ക് കടം വീട്ടാം,
അതുകൊണ്ട് അമ്മ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു, ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞ് വാക്ക് പിള്ളേർക്ക് കൊടുത്ത് എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഈ സോഫയമേലൊക്കെ തന്നെയാണ് വർത്താനം പറഞ്ഞ് 12 മണി വരെയൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അന്ന് രാത്രിയാണ് ഇവർ എല്ലാം കൂടി വന്നോടെ ഭീഷണിപ്പെടുത്താൻ വന്നു. 5-8 പേരും കൂടി വന്നു ഭീഷണിപ്പെടുത്തി. മക്കളൊക്കെ ഒന്ന് അങ്ങനെയും ഇങ്ങനെയും കെട്ടിയാൻ അങ്ങനെയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ പേടിച്ച് പെണ്ണ് അറിയാമോ. എന്നിട്ട് ഇന്നലെ സ്റ്റിച്ചൊക്കെ എടുക്കാൻ അതിനിടയ്ക്ക് കൈമുറിച്ചല്ല, സ്റ്റിച്ച് എടുക്കാൻ ഇന്നലെ ചെല്ലേണ്ടതായിരുന്നു. ഇന്നലെ സ്റ്റിച്ച് എടുക്കാൻ അമ്മയും മോളും കൂടി പോയി. സ്റ്റിച്ചൊക്കെ എടുത്ത് ഇവിടെ വന്ന് അപ്പം പണിക്ക് പോയി, മോനും പോയി. സ്റ്റിച്ച് എടുത്ത് വന്ന് ചോറൊക്കെ ഇത്തിരി തിന്നു. ചോറൊക്കെ കഴിച്ചിട്ട് വേണം മോനെ അമ്മ ഇപ്പോൾ അറിയിച്ച് ഇതിൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു കൂട്ടുകാരത്തിയുണ്ട്, ഈ വീടിൻ്റെ അപ്പുറത്ത്, മോനെ ചേച്ചിയുടെ അടുത്ത് വീട്ടിൽ പോരാട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ സന്തോഷമായി കൈയൊക്കെ കൊടുത്ത് ഒരിക്കലും ചെയ്യൂല. എന്താണെന്ന് വേറെ സ്ഥലത്തിരി ഉണ്ട് അവർക്ക് ഞങ്ങളുടെ അവിടെ. അപ്പോൾ അവിടെ നമുക്ക് പോയി താമസിക്കാം, ഇത് വിറ്റിട്ട് വേണമെങ്കിലും കടം വീട്ടാം, അമ്മ ഒരിക്കലും വിഷമിക്കരുതെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ സന്തോഷമായി ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ ഭീഷണി വന്നപ്പോഴത്തേക്കും സഹിച്ചില്ല. എന്നിട്ട് ഇനി പോരാട്ടാന്ന് പറഞ്ഞ് പോയിട്ട് ഒരു അരമണിക്കൂർ 10-20 മിനിറ്റ് ആയപ്പോൾ കാണാതെ ആയപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴേ ചെരുപ്പ് ഇവിടെ കിടക്കണം കണ്ടു. അതാണ് വിനോദ്. അതായത് ഇന്നലെ അയൽവാസി, അതായത് അയൽപ്പക്കത്തെ ഒരു വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയ ആശയാണ്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് പുഴയിൽ നിന്നും ഡെഡ് ബോഡി കണ്ടെത്തുന്നു. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം, ഈ കുടുംബത്തിന് താങ്ങാൻ സാധിക്കാത്ത ഒന്ന്. ഈ ഒരു കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്ന ആ ബിന്ദുവിൻ്റെയും അതോടൊപ്പം തന്നെ പ്രദീപ് കുമാറിൻ്റെയും ഭീഷണി നിരന്തരം തുടർന്നതിന് ആയിരുന്നു ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥ, അതായത് ആശ, ഒരു ജീവനൊടക്കിയത്. എന്തായാലും നിലവിൽ ഈ പ്രദീപ് കുമാറിനെതിരെ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ സ്വന്തം വീട്ടിലേക്ക് തന്നെ മൃതശരീരം കൊണ്ടുവരും. വളരെ വ്യക്തമാണ്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലം ജീവനൊടുക്കിയ ആശ ബെന്നിയുടെ വീട്ടിൽ നിന്നാണ് രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയത്. ഈ കൊള്ളപ്പലിശ നൽകിയ ബിന്ദുവിന്റെ ഭർത്താവായ പോലീസുകാരൻ, റിട്ടയർഡ് പോലീസുകാരൻ, അദ്ദേഹം കൈക്കൂലി കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് രേഷ്മ ബാബു എത്തിച്ചത്.